എലപ്പുള്ളി പഞ്ചായത്തിൽ സ്പിരിറ്റ് നിർമ്മാണ പ്ലാന്റിനായി ഒയാസിസിന് സർക്കാർ പ്രാരംഭാനുമതി നൽകിയത് കൃത്യമായ പരിശോധനകൾ നടത്തി. 2023 നവംബറിലാണ് ഒയാസിസ് പ്ലാന്റിനായി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് അപേക്ഷ നൽകിയത്. 10 ഘട്ട പരിശോധനകൾക്ക് ശേഷമാണ് മന്ത്രിസഭ പ്രാരംഭാനുമതി നൽകിയത്. ഒയാസിസിന് സ്പിരിറ്റ് നിർമ്മാണ പ്ലാന്റിനായി സർക്കാർ നടപടികൾ വേഗത്തിലാക്കി എന്ന പ്രതിപക്ഷ ആരോപണം വസ്തുതാവിരുദ്ധമാണ് എന്ന് തെളിയിക്കുന്നതാണ് അപേക്ഷയുടെ നാൾവഴി. 2023 നവംബർ 30-നാണ് പ്ലാന്റിനായി ഒയാസിസിന്റെ അപേക്ഷ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് ലഭിച്ചത്. അപേക്ഷ പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർക്ക് കൈമാറി. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ 2023 ഡിസംബർ 9-ന് മധ്യമേഖല ജോയിന്റ് എക്സൈസ് കമ്മീഷണർക്ക് അപേക്ഷ സമർപ്പിക്കുന്നു. അവിടെ നിന്നും ഡിസംബർ 16-ന് എക്സൈസ് കമ്മീഷണർക്ക് അപേക്ഷ കൈമാറി. എക്സൈസ് കമ്മീഷണറുടെ പരിശോധനയ്ക്ക് ശേഷം അപേക്ഷ തിരികെ മധ്യമേഖല ജോയിന്റ് എക്സൈസ് കമ്മീഷണർക്ക് 2024 ജനുവരി 8-ന് നൽകുന്നു. മധ്യമേഖല ജോയിന്റ് എക്സൈസ് കമ്മീഷണർ 2024 ജനുവരി 19-ന് തുടർ നടപടിയെടുത്ത ശേഷം വീണ്ടും എക്സൈസ് കമ്മീഷണർക്ക് തന്നെ അപേക്ഷ സമർപ്പിക്കുന്നു. തുടർന്ന് എക്സൈസ് കമ്മീഷണർ 2024 ഫെബ്രുവരി 2-ന് അപേക്ഷ സർക്കാരിലേക്ക് സമർപ്പിച്ചു. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, ജലലഭ്യത എന്നിവ സംബന്ധിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ മന്ത്രി എക്സൈസ് കമ്മീഷണറോട് 2024 മാർച്ച് 16-ന് ആവശ്യപ്പെടുന്നു. എക്സൈസ് കമ്മീഷണർ മാർച്ച് 25-ന് ജോയിന്റ് എക്സൈസ് കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച കത്ത് നൽകുന്നു. മധ്യമേഖല ജോയിന്റ് എക്സൈസ് കമ്മീഷണർ 2024 മെയ് 3-ന് എക്സൈസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. തുടർന്ന് എക്സൈസ് കമ്മീഷണർ സർക്കാരിന് മെയ് 28-ന് റിപ്പോർട്ട് നൽകുന്നു. 7 മാസങ്ങൾക്ക് ശേഷം 2025 ജനുവരി 15-ന് ചേർന്ന മന്ത്രിസഭായോഗം പ്രാരംഭ അനുമതി ഒയാസിസിന് നൽകി. 16-ന് സർക്കാർ ഉത്തരവുമിറങ്ങി. അതായത് അപേക്ഷ ലഭിച്ച് 14 മാസം നീണ്ട 10 ഘട്ട പരിശോധനകൾക്ക് ശേഷമാണ് ഒയാസിസിന് സർക്കാർ അനുമതി നൽകിയത് എന്നത് വ്യക്തം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.